ഹായ് ഗൈസ്, പ്രമേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന PSC, UPSC, SSC എക്സാംസിൻ്റെ എല്ലാം വേണ്ടിയുള്ള ലൂസ് ആൻഡ് ജനറൽ സയൻസിൽ നിന്നുള്ള കെമിസ്ട്രി പോർഷൻസാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇന്ന് നോക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ബാക്കി പോർഷൻസാണ്, അതായത് തിയറീസ്. ഡാൽട്ടൺ തിയറി, റൂദർഫോർഡ് തിയറി, അങ്ങനത്തെ തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചറും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. Structure of atom. Dividing matter. Matter cannot be divided infinite number of times. Matter എന്ന് പറയുന്നത് ഡിവൈഡ് ആവത്തില്ല, ഒരുപാട് പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് വി കീപ് ചോപ്പിംഗ് എ ലോഗ് ഓഫ് വുഡ് into smaller and smaller pieces, then we will reach a point when the wood will not divisible any further. Minute particles of the wood will remain, and these will not be visible to the naked eye. This is true for all forms of matter. The same was believed by the early Indian and Greek philosopher. അപ്പോൾ എന്താ പറയുന്നത്? ഒരു തടിക്കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് സ്മോളർ പീസസ് ആക്കുന്നു. ഇവിടെ കാണിച്ചേക്കുന്നത് പോലെ കണ്ടോ? ഒരു തടിക്കഷ്ണം എടുക്കുന്നു, കട്ട് ചെയ്ത് അങ്ങനെ കുഞ്ഞുള്ള ഏറ്റവും തരിയായിട്ടുള്ള പാർട്ടിക്കിൾസ് വരുന്നു. അങ്ങനത്തുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിന് വുഡ് റിമെയിൻ ആൻഡ് ദീസ് വിൽ നോട്ട് വിസിബിൾ ടു ദി നേക്കഡ് ഐ. അവസാനം വരുന്ന പാർട്ടിക്കിൾസ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ് വരുമല്ലോ, അതാണ് ശരിക്കും മാറ്ററിൻ്റെ എക്സാമ്പിൾസ് എന്നാ പറയുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യൻ ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്നത്. ഇനി in India around 500 BC, an Indian philosopher named Maharshi Kanad called matter as Padarth and the smallest particle atoms as Paramanu. The word atom is derived from the Greek word atomos, which means indivisible. It was the Greek philosopher Democritus who coined the term. However, for these ancient thinkers, the idea of the minute indivisible particle was a purely philosophical consideration. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അതായത് 500 BC ഇന്ത്യയിൽ ഒരു ഫിലോസഫർ നെയിം മഹർഷി കനാദ് മാറ്റർ എന്ന് പറയുന്നതിനെ പദാർത്ഥം എന്ന് വിളിച്ചിരുന്നു. ആൻഡ് ദീ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിന്, ആറ്റമിന് പരമാണു എന്നും. ദ വേർഡ് ആറ്റം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റോമോസ്. അപ്പം വേർഡ് ആറ്റം എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് വേർഡ് ആറ്റോമോസിൽ, വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ആറ്റോമോസിൻ്റെ മീനിങ് എന്താ? ഇൻഡിവിസിബിൾ. അപ്പം ആരാണ് പദാർത്ഥം എന്ന് പറയുന്നത് മാറ്ററിനെയും പരമാണുവിനെ ആറ്റമിനെയും നെയിം ചെയ്ത് വിളിച്ചേ? മഹർഷി കനാദ്. ആറ്റം എന്ന് പറയുന്നത് ശരിക്കും ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത്? ഗ്രീക്ക് വേർഡിൽ നിന്ന്. അതിൻ്റെ മീനിങ് എന്താ? ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന ആറ്റോമോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ആറ്റം ഉണ്ടായത്. ഇത് ശരിക്കും കോയിൻ ചെയ്ത ആരാ? ഇറ്റ് വാസ് ദ ഗ്രീക്ക് ഫിലോസഫർ ഡെമോക്രൈറ്റസ് ഹു കോയിൻഡ് ദ ടേം. എന്താ പറയുന്നത്? ഗ്രീക്ക് ഫിലോസഫർ ഡെമോക്രൈറ്റസ് ആണ് ഈ ടേം കോയിൻ ചെയ്തത്, അതായത് ആറ്റം എന്ന് പറയുന്ന ടേം. However, for these ancient thinkers, the idea of the minute indivisible particle was a purely philosophical consideration. എന്താ പറയുന്നത്? ഈ ആൻഷ്യന്റ് തിങ്കേഴ്സിനെല്ലാം ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ കൺസിഡറേഷൻ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഫിലോസഫീസ് കുറേ വിഷയത്തിന് ആ ഒരു കൺസിഡറേഷൻ മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് എന്താ നടന്നേ?
By the end of 18th century, scientists has begun to distinguish between elements and compounds. എന്താ പറയുന്നത്? 18th സെഞ്ചുറിയുടെ അവസാനം ആയപ്പോഴത്തേക്ക് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്ത് എലമെന്റ്സിനെയും കോമ്പൗണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത്, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി, വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. Two French chemists named Antoine Lavoisier and Joseph Proust observed that elements combine in definite proportions to form compounds. On the basis of this observation, each of them proposed an important law of chemical combination. The laws proposed by them helped Dalton formulate his atomic theory. ഇവിടെ എന്താ പറയുന്നത്? ടു ഫ്രഞ്ച് കെമിസ്റ്റ് നെയിംഡ് ആരൊക്കെയാ? ആന്റോണി ലവോസിയറും ജോസഫ് പ്രൗസ്റ്റും ഒബ്സർവ് ചെയ്ത്, എന്താ ഒബ്സർവ് ചെയ്ത്? എലമെന്റ് കമ്പൈൻ ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ടു ഫോം കോമ്പൗണ്ട്സ്. എന്തായിരുന്നു അവരുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? അതായത് എലമെന്റ്സ് ഒരു നിശ്ചിത പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എന്തായിട്ട് മാറുമെന്ന്? കോമ്പൗണ്ട്സ് ആയിട്ട് മാറുമെന്ന്. ഓൺ ദിസ് ബേസിസ്, ഈ ബേസിസിൽ, ഈ ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഈ ബേസിസിൽ ഈച്ച് ഓഫ് ദം പ്രപ്പോസ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ കോമ്പിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോ അവർ പ്രപ്പോസ് ചെയ്തു. ദ ലോ പ്രപ്പോസ്ഡ് ബൈ ദം, ആ ലോ ആരെ ഹെൽപ്പ് ചെയ്തു? ഡാൾട്ടനെ ഹെൽപ്പ് ചെയ്തു. എന്തിന്? ഹിസ് അറ്റോമിക് തിയറി ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് Dalton's atomic theory. In early 19th century, an English chemist named John Dalton proposed a theory about atoms. അപ്പോൾ എന്താ? early 19th century, 19th centuryയുടെ തുടക്കത്തിൽ ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റ് നെയിം ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തു എ തിയറി അബൌട്ട് ആറ്റംസ്. ആറ്റംസിനെ കുറിച്ച് ഉള്ള തിയറി നോൺ ആസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. എന്തായിട്ട് അറിയപ്പെട്ടിരുന്നേ? ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പം ജോൺ ഡാൾട്ടൺ ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിനെ അറിയപ്പെട്ടിരുന്ന ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇറ്റ് പ്രൂവ് ടു ബി ദി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ദി സയൻസ്. അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറി ആയിരുന്നു സയൻസിൽ. അപ്പം ഏത് തിയറിയാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ആയിട്ട് പ്രൂവ് ചെയ്തപ്പെട്ട? ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. ഇനി ദ വേരിയസ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഓൾസോ സപ്പോർട്ടഡ് ഡാൾട്ടൺസ് തിയറി. നേരത്തെ പറഞ്ഞല്ലോ, ആന്റോണി ലവോസിയറും ജോസഫ് പ്രൂസ്റ്റും കൂടെ ഡെഫിനറ്റ് പ്രൊപ്പോർഷനിൽ എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അവരുടെ ഒബ്സർവേഷനാണ് ഈ ഡാൾട്ടന് എന്താക്കിയത്? അറ്റോമിക് തിയറി കണ്ടുപിടിക്കാൻ ഒരു പ്രചോദനമായത്. ഈ തിയറീസ് എല്ലാം ഈ ഡാൾട്ടന്റെ തിയറീനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡാൾട്ടൺ asserted that atoms are the smallest particle of the matter which cannot be divided further. അപ്പം ഡാൾട്ടൺ എന്താ പറഞ്ഞു? ആറ്റംസ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന്. വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. He published his atomic theory in 1808 in his book A New System of Chemical Philosophy. അപ്പം ഡാൾട്ടൺ എന്താ അസേർട്ട് ചെയ്തത്? ആറ്റം എന്ന് പറയുന്നത് മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ്, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തിയറി പബ്ലിഷ് ചെയ്ത്. ഏത് ബുക്കിനകത്ത്? എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. ഇനി ആ തിയറിക്കകത്ത് എന്തൊക്കെയാ പറയുന്നതെന്നാ നോക്കുന്നത്. The postulates of Dalton atomic theory are as follows. All matter is made up of very tiny particles. These particles are called atoms. അപ്പോൾ എന്താ പറയുന്നത്? എല്ലാ മാറ്ററും മെയ്ഡ് ചെയ്തേക്കുന്നത് ചെറിയ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണെന്ന്. ദീസ് പാർട്ടിക്കിൾസിന് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പാർട്ടിക്കിളിന് ആറ്റംസ് എന്ന് പറയുന്നത്? മാറ്റർ മെയ്ഡ് ചെയ്തേക്കുന്ന കുറച്ച് തരിതരിയുള്ള പാർട്ടിക്കിളുണ്ട്. ആ പാർട്ടിക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്,
An atom cannot be divided further. That is, atoms are indivisible. എന്താ പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ഇതിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത പോയിന്റ്, ആറ്റംസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ ഈ കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന്? കെമിക്കൽ റിയാക്ഷൻസിൽ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. എന്താ പറഞ്ഞത്? ആറ്റംസിന് കെമിക്കൽ റിയാക്ഷനിൽ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അടുത്ത പോയിന്റ്, ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ റെസ്പെക്ട്. എക്സാമ്പിൾ ഇൻ ടേംസ് ഓഫ് മാസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സെട്ര. ഇവിടെ എന്താ പറയുന്നത്? ഒരു എലമെന്റിൽ എല്ലാ ആറ്റംസും ഐഡന്റിക്കൽ ആയിരിക്കും. എന്തിന്റെ ബേസിസിൽ ഐഡന്റിക്കൽ ആവുന്നത്? മാസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെയും ബേസിസിൽ. അതായത് ആ എലമെന്റിൽ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ആ എലമെന്റിലെ എല്ലാ ആറ്റംസും മാസിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെയും രീതികളിലെല്ലാം സെയിം ആയിരിക്കും. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്താ? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് മാസസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഡിഫറെന്റ് എലമെന്റ്സ്, വ്യത്യസ്തപ്പെട്ട എലമെന്റ്സിലുള്ള ആറ്റംസിന് വ്യത്യസ്തമായ മാസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. ഓക്കെ. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോസ് ടു ഫോം കോമ്പൗണ്ട്സ്. അതായത് നിശ്ചിത പ്രൊപ്പോർഷനിൽ റേഷ്യോസിൽ ആറ്റംസ് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? കോമ്പൗണ്ട്സ് കിട്ടും. ഓക്കെ. അടുത്ത, ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ദ റിലേറ്റീവ് നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ്. അതായത് ആ ഒരു തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ റിലേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സും ടൈപ്സ് ഓഫ് ആറ്റംസും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാൾട്ടൺ അറ്റോമിക് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്.